ശേഷം അതിൻ്റെ നയങ്ങളോ അല്ലെങ്കിൽ തത്വങ്ങളോ തെറ്റാണെന്ന് കാണുമ്പോൾ അത് വലിച്ചെറിഞ്ഞ് പുതിയ സംവിധാനങ്ങൾ ഒരുക്കാനും പുതിയ പാത വെട്ടിച്ചൊളിക്കാനൊക്കെ പലരും ശ്രമിച്ചു. അവരൊക്കെ വിജയം നേടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ലോകം മുഴുവൻ, ഭാരതത്തിലെമ്പാടും അതുപോലെ ലോകം മുഴുവൻ പടർന്നു പന്തലിച്ചിട്ടുള്ള 100 വർഷം തികയുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘവും. നമ്മളിൽ പലരും അതിൻ്റെ അംഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അനുഭാവികളാണ്. അങ്ങനെ തന്നെയാണ് അംബേദ്കറുടെ ജീവിതത്തിലും ഉണ്ടായത്. കോൺഗ്രസ് ചെയ്യുന്ന നയങ്ങൾ, കോൺഗ്രസ് പിന്തുടരുന്ന നയങ്ങൾ തെറ്റാണെന്ന് കണിശമായി പറയേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹത്തിന് മാറി സഞ്ചരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് 1950 ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത് നാം പ്രത്യേകം മനസ്സിലാക്കണം. അതിൽ നിർണായകമായ ചില പ്രത്യേക കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഇന്നത്തെ പാകിസ്ഥാനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം പാകിസ്ഥാൻ രൂപീകരിക്കുന്നതിനും ഭാരതത്തെ വിഭജിക്കുന്നതിനും എതിരായിരുന്നു. അത് ചരിത്രകാരന്മാർ മാത്രമല്ല, ഇവിടെ ജീവിച്ചിരുന്ന രാജഗോപാലാചാരി അല്ലെങ്കിൽ ഡോക്ടർ രാധാകൃഷ്ണൻ, ഈ നമ്മളൊക്കെ കേട്ടിട്ടുള്ള 1960-കളിലൊക്കെ ജീവിച്ചിട്ടുള്ള ധാരാളം പ്രഗത്ഭരായ ആൾക്കാർ, പ്രതിഭകൾ ആ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ അംബേദ്കർ പറഞ്ഞിരുന്നു, പാകിസ്ഥാൻ എന്നും നമുക്ക് ഭാരതത്തിന് പ്രത്യേകിച്ചും ദുരന്തം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. കാരണം അതൊരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. അത് മാത്രമല്ല, അങ്ങനെ ഉണ്ടായാൽ ആരൊക്കെയാണോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഒറ്റപ്പെട്ടു പോകുന്നത് അവരൊക്കെ വധിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഒളിച്ചോടപ്പെടുകയോ അല്ലെങ്കിൽ ജീവിതം നഷ്ടമാവുകയോ ചെയ്യേണ്ടി വരും. യാഥാർത്ഥ്യമാണ് ആ കഴിഞ്ഞത്. 42 ലക്ഷം ആൾക്കാർ മരിക്കുകയോ ഒളിച്ചോടുകയോ ചെയ്തിട്ടുണ്ട്. ഭാരതത്തിലേക്ക് വന്നവരുണ്ട്, ഭാരതത്തിൽ വരാതെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയവരുണ്ട്, അതിനുശേഷം പിന്നെയും വേറെ സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയവർ അനവധിയാണ്. കാരണം ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ അവിടെ ക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇത് അംബേദ്കർ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പഠനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അദ്ദേഹത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ വന്നത് 1985-90 ശേഷമാണ്. അതിനു മുമ്പൊക്കെ പല ജീവിതത്തിലെ പല ഘട്ടങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ടാവും. പക്ഷേ അത് മുഴുവൻ പൂർണ്ണമായിട്ടും സത്യങ്ങളായിരുന്നില്ല. ആദ്യകാലത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും വിഷമങ്ങളും അന്ന് അനുഭവിച്ചിരുന്ന ജാതീയത, ഇതൊക്കെ എല്ലാവരും ചരിത്രകാരന്മാരൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം 1950 ശേഷം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഏതിനെയൊക്കെയാണോ എതിർത്തിരുന്നത്, ഏതിനെയൊക്കെയാണോ തെറ്റായി കണ്ടത് അതിനെ എതിർത്തിരുന്നു. അതൊന്നും ലോകം കണ്ടിട്ടില്ല, ലോകത്തിൽ പുറത്ത് വന്നിട്ടില്ല. ഒരു കാലത്ത് അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തകനായ നെത്തോബന്ത് ഡെങ്കിലി എന്നുള്ള വ്യക്തിയോട് വളരെ കൂടുതൽ സംസാരിച്ചിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം പ്രശ്നം. ഇന്ന് ഭാരതത്തിന് മുസ്ലിം പ്രശ്നമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അംബേദ്കർ പറഞ്ഞിരുന്നു, ഇത് ലോകത്തിന് പോലും ഒരു നാശമായിട്ട് വരാൻ പോകുന്ന ഒരു സംഹിതയാണ് മുസ്ലിം സംഹിത. കാരണം ഒരു പുസ്തകം, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദൈവം, അതേപോലെ എല്ലാം ഒന്ന് ഒരു പുസ്തകം, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പോകണം, അതിനുവേണ്ടി എന്തും ചെയ്യാം എന്നുള്ള അർത്ഥത്തിലാണ് ഇന്ന് നടന്നു പോകുന്നത്. ഭീകരവാദം പോലും അന്ന് അദ്ദേഹം കണ്ടിരുന്നു. അദ്ദേഹത്തിന് ചില പുസ്തകങ്ങളിലും വാക്കുകളിലൊക്കെ കിട്ടാനുണ്ട്. അപ്പം അങ്ങനെ കഴിഞ്ഞ ദിവസം ജന്മഭൂമിയിൽ അതിനെക്കുറിച്ച് ലേഖനം വന്നില്ല. അത് തുടർച്ചയാണ്, ഇന്നും നാളെയൊക്കെ വരുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ നാടിനെ വിപരീതമായി വരുന്ന ശക്തികളെ എതിർക്കാൻ താൻ ഇത്രയും കാലം പാലിച്ചു വന്ന, വിശ്വസിച്ചു വന്ന പ്രസ്ഥാനങ്ങളെ അദ്ദേഹത്തിന് മാറ്റി നിർത്തേണ്ടി വന്നു. ഇത് ഇന്നത്തെ ഭാരതത്തിൻ്റെ വർത്തമാന കാലത്തിൽ നമുക്കൊക്കെ അത് ബാധകമാണ്. നമ്മളും ഇന്നത്തെ ലോകവും പല കാര്യങ്ങളിലും രാഷ്ട്രീയമായിട്ടും അല്ലാതെയൊക്കെ പലതും പഠിച്ചു വന്നവരാണ്. പക്ഷേ അതല്ല, വേറൊരു ലോകം നമുക്ക് ഉണ്ടാക്കണം, അത് വേണ്ടകാലം നമ്മൾ നിർമ്മിക്കണം എന്ന് വരേണ്ടി വരുന്നു. അതേപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ ആ പ്രാസംഗികരും പറഞ്ഞു, നിയമം. ഇന്ന് നിയമ സംഹിത അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നു. പക്ഷേ അതിലെ തെറ്റായ നയങ്ങൾ
വരുത്തി തീർത്തത് മുഴുവൻ അംബേദ്കറിന് ശേഷമാണ്. അംബേദ്കർ ജീവിച്ചിരുന്നപ്പോഴല്ല പലതുണ്ടായത്. ഇപ്പം ഹിന്ദു കോഡ് ബില്ല് വരുമ്പോൾ അംബേദ്കർ പറഞ്ഞിരുന്നു, ഹിന്ദുക്കൾക്ക് മാത്രമല്ല ബില്ല് വേണ്ടത്, ഇവിടെ മുസ്ലിങ്ങൾക്ക് ബില്ല് വേണം, ഇവിടെ ക്രിസ്ത്യാനിക്കും ബില്ല് വേണം. കാരണം അവിടെയും ഈ ഭൂമിയുടെയും അതേപോലെ അവകാശങ്ങളുടെയും പ്രശ്നമുണ്ട്, ഉണ്ടായിരുന്നു, ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ടാണല്ലോ മുസ്ലിം സമൂഹം അതിനൊന്നും സംഭവിക്കാത്തത്. ഹിന്ദുക്കളുടെ പേരിൽ എന്തും ചെയ്യാമായിരുന്നു. നിയമം നടപ്പിലാക്കിയാൽ എല്ലാവരും അതിനെ അംഗീകരിക്കുന്നു. ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദു ജീവിച്ചിരുന്നത്. പക്ഷേ മുസ്ലിങ്ങളോ ഒരു പരിധിവരെ ക്രിസ്ത്യാനികളോ അത് അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ മുസ്ലിങ്ങളാണ് അത് ഏറ്റവും കൂടുതൽ തെറ്റായി വ്യാഖ്യാനിച്ച് കൊണ്ടുവന്നിരുന്നത്. അതാണ് ഇന്ന് കാണുന്ന വഖഫും ഒക്കെ. ഈ വഖഫ് നിയമം പോലും ആദ്യം ഉണ്ടായത് 1954 അപ്പോഴേ പറഞ്ഞിരുന്നു. അതിനുശേഷം അത് പരിഷ്കരിച്ചു. കാരണം അവർക്ക് ഭരണം നിലനിർത്തണം, അവരുടെ കൂടെ ആൾക്കാരെ നിർത്തണം എന്നുള്ള ധാരണ കൊണ്ട് ചില സമൂഹങ്ങളെ കൂടെ നിർത്താൻ വേണ്ടി അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഒത്താശയും ചെയ്തു. അതാണ് 1969 അതിനുശേഷം നരസിംഹറാവു ഗവൺമെൻറ്റിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു വന്നത്. നമ്മുടെ വിഷയം വഖഫല്ല. അപ്പോൾ ഈ രീതിയിൽ തെറ്റായ നയങ്ങൾ ഉണ്ടാകുന്നതിനെ ഇല്ലാതാക്കണമെന്ന് അംബേദ്കർ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം നിയമമല്ല നമുക്ക് തൊഴിൽ ചെയ്യേണ്ടത്, നിയമത്തിനകത്ത് വന്നിട്ടുള്ള ചില നൂലാമാലകൾ, അതിനെ വ്യാഖ്യാനിച്ചുണ്ടാക്കുന്ന നൂലാമാലകളാണ് തൊഴിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. സുപ്രീം കോടതി പറഞ്ഞു 3 മാസത്തിനകം പ്രസിഡന്റ് ഒപ്പിടണം അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കണം. ഒരിക്കലും പ്രസിഡന്റിനോട് അങ്ങനെ പറയാൻ കോടതിക്ക് അവകാശമില്ല. കാരണം സുപ്രീം കോടതി തൂക്കുകയറി വിധിച്ച ആളെ ജാമ്യം കൊടുക്കണമോ വിട്ടയക്കണമോ എന്ന് തീരുമാനിക്കാൻ അവകാശമുള്ള ആളാണ് പ്രസിഡന്റ്. ആ പ്രസിഡന്റിനാണ് 10 വർഷം 4-5 വർഷം നിയമം പഠിച്ചു എന്നുള്ള അവകാശത്തിൻ്റെ പേരിൽ, കറുത്ത കുപ്പായിട്ടതിൻ്റെ പേരിൽ ഇവർ വ്യാഖ്യാനിച്ചു വരുന്നത്. എത്രയോ ശുഷ്കമാണ്, എത്രയോ തെറ്റായ നയമാണ് ഇവർ പാലിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തകർത്തെറിഞ്ഞേ പറ്റുള്ളൂ. അംബേദ്കറുടെ ദിവസത്തിൽ, അംബേദ്കർ ജനിച്ച ഈ ദിവസത്തിൽ നമുക്കത് പ്രതിജ്ഞ ചെയ്യാം. അത് ഞങ്ങൾ മാറ്റി തീർക്കും. അത് മാറ്റേണ്ടതാണ്, ലോകത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ആരുടെയും ഹിതത്തിന് വേണ്ടിയിട്ടല്ല, ഭാരതത്തിൻ്റെ ഹിതത്തിന് വേണ്ടി, ലോകത്തിൻ്റെ ഹിതത്തിന് വേണ്ടി. അപ്പം ആ രീതിയിൽ നമുക്ക് ഇതിനെ എടുക്കേണ്ടി വരും. നമ്മുടെ നിയമത്തിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ജനാധിപത്യം. ലോകരാജ്യങ്ങളിൽ ഇത്രയും സ്വതന്ത്രമായ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി ഇല്ല. പക്ഷേ ആ ജനാധിപത്യം പോലും ഇന്ന് നമുക്കൊരു കീഴ്പ്പെടലിൻ്റെ ശക്തിയായി വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പാലസ്തീനിൽ ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട്, എഴുതിയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അതിൽ വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് പറയുന്നു, വി വിൽ ഡിഫീറ്റ് യു വിത്ത് യുവർ മീൻസ്. അതാണ് വാക്ക്. ഞങ്ങൾ നിങ്ങളെ തോൽപ്പിക്കും നിങ്ങളുടെ വഴികളിൽ കൂടി. ഭാരതത്തോടും ജനാധിപത്യ സംസ്കാരമുള്ള അമേരിക്കയോടും ഇംഗ്ലണ്ടിനോടൊക്കെ പറയുന്നതാണ്, നിങ്ങളുടെ വഴികളിൽ കൂടി ഞങ്ങൾ നിങ്ങളെ തോൽപ്പിക്കും. എങ്ങനെ? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എണ്ണത്തിൻ്റെ കണക്കാണ്. 50 പേരുണ്ട് ഒരു സ്ഥലത്ത്, മറ്റേ സ്ഥലത്ത് 100 പേരുണ്ടെങ്കിൽ 100 പേര് പറയുന്നതാണ് ജനാധിപത്യം. അതാണല്ലോ. അപ്പം 100 പേര് എന്നും ഞങ്ങളുടെ പക്ഷങ്ങളാവുന്നു. അതുകൊണ്ട് അപ്പം ഞങ്ങൾക്ക് മുഴുവൻ പറ്റും. കാരണം അതാണ് ഇന്ന് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പാരീസിലോ അല്ലെങ്കിൽ ഫ്രാൻസിലോ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലൊക്കെ പോയാൽ ചില പ്രത്യേക സമൂഹങ്ങൾ അടക്കി വാഴുവാണ്. ഭാരതത്തിന് മാത്രമല്ല, അടക്കി വാഴുവാണ്. അവിടെ വേറൊരു ശക്തിക്ക് അവിടെ പോകാൻ സാധ്യമല്ല, വേറൊരു സമൂഹത്തിന് അവിടെ ജീവിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്. അപ്പം അതാണ് ഈ പറഞ്ഞത്, ജനാധിപത്യത്തെ പോലും ഞങ്ങൾ തകർത്ത് കളയും. എങ്ങനെ? ഞങ്ങളുടെ ശക്തി ഉപയോഗിച്ച്, ഞങ്ങളുടെ ജനശക്തി ഉപയോഗിച്ച്. ഇതൊന്നും അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിലും അത് നടത്താനുള്ള ഭയങ്കര പരിശ്രമമാണ്. പക്ഷേ പലയിടത്തും അവർ തോറ്റു പോകുന്നു. പക്ഷേ ചിലയിടത്തൊക്കെ അവർ പിന്നെ പിടിച്ചു നിൽക്കുന്നു. അതിന് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബംഗാളിലാണെങ്കിലും ഇപ്പോൾ കൂടുതലുള്ളത്, ആണെങ്കിൽ തമിഴ്നാട്ടിൽ, ബാക്കി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ അംബേദ്കറെ പുനർചിന്തനം ചെയ്യുകയും അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങളെ നമുക്ക് സ്വാംശീകരിക്കുകയും വേണം. പലപ്പോഴും അംബേദ്കറെ കുറിച്ച് പറയാറുണ്ട്, അംബേദ്കർ ഹിന്ദു സമൂഹത്തിൽ നിന്നും ഹിന്ദു മതത്തിൽ നിന്നും മാറി ബുദ്ധമതം സ്വീകരിച്ചു. പക്ഷേ അംബേദ്കർ അതിനൊരു കാര്യം പറയാറുണ്ട്, കാരണം ഞാൻ എന്നും ഭാരതീയനാണ്. ക്രിസ്ത്യൻ ആൾക്കാർക്ക് പറഞ്ഞാണ്, ക്രിസ്ത്യാനികളോട് ചെന്നിരുന്നു അദ്ദേഹത്തെ ഹിന്ദു മതം മാറാൻ പോകാൻ തീരുമാനിച്ചപ്പോൾ.
ഞാൻ എന്നും ഭാരതീയനാണ്. ഭാരതത്തിൽ ഉണർന്നു വന്നിട്ടുള്ള, ഭാരതത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള മതത്തിലേക്കാണ് ഞാൻ മതം മാറുക. എൻ്റെ മതം അതാണ്. ഭാരതത്തിലുണ്ടായതാണ് ബുദ്ധമതം. അത് ഭാരതത്തിൽ ഒരിക്കലും വരികയാവാൻ സാധ്യമല്ല. ഭാരതത്തിലുണ്ടായതാണ് ജൈനമതം. ഒരിക്കലും മാറിപ്പോകാൻ പറ്റില്ല. ഭാരതത്തിലുണ്ടായതാണ് സിഖ് മതം. സിഖ് മതസ്ഥർക്കും ഭാരതം വിട്ടുപോകാൻ സാധ്യത. പക്ഷേ മുസ്ലിമും ക്രിസ്ത്യാനി ആയിപ്പോയെന്നോ അന്ന് എനിക്ക് ഭാരതത്തെ വെറുക്കേണ്ടി വരും. എനിക്ക് ഭാരതത്തെ വെറുക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് ശക്തമായ ആത്മധൈര്യമുള്ള ഭാരതീയനായിരുന്നു അംബേദ്കർ. ഇതൊന്നും അടുത്ത ലോകത്ത് ആരും നമ്മളോടൊന്നും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല, നമ്മളോടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഇത് പറയാൻ ആരും തയ്യാറാവാറില്ല. ഇന്ന് ധാരാളം പുസ്തകങ്ങളും പ്രസിദ്ധീകരണവും ഇത് അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞു. ഇതാണ് സത്യം എന്ന് പറഞ്ഞു. ഹിന്ദുക്കളിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ എനിക്ക് സാധ്യമല്ല. ഹിന്ദുക്കളിലെ അനാചാരങ്ങളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്. ഇത് മുഴുവൻ നിയമം കൊണ്ട് ഇല്ലാതാക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. പക്ഷെ ഞാൻ സ്വയം മാറും. ഞാൻ സ്വയം മാറാൻ അവരെ കൊണ്ട് മറ്റു സമൂഹത്തെ കൊണ്ട് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ചാലക ശക്തിയായി മാറും. ഇതൊക്കെയാണ് അംബേദ്കർ പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ നമുക്കും ഇന്നത്തെ ഈ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റത്തിന് വേണ്ടി കൊതിക്കുമല്ല, മാറ്റത്തിന് വേണ്ടി അതിശക്തമായ ഇടപെടലുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തുക. അതാണ് അംബേദ്കർ ജന്മദിനത്തിൽ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട നയം എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഭാരത് മാതാ കി.